നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടവെട്ടി പഞ്ചായത്തിൽ 2 വീടുകളിൽ മോഷണം, പണവും സ്വർണവും അപഹരിച്ചു. ഇടുക്കി റോഡിൽ ഒളമറ്റം ഭാഗത്തെ കുഴി അപകടക്കണിയാകുന്നു. വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവാകുന്നു. ജനമൈത്രി സുരക്ഷയുടെ ഭാഗമായി ADGP B സന്ധ്യ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യു ഡ്രാമയുടെ പ്രദർശനം തൊടുപുഴയിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഇടവെട്ടി പഞ്ചായത്തിന് സമീപത്തുള്ള 2 വീടുകളിൽ കഴിഞ്ഞ രാത്രി മോഷണം നടന്നു. വിരിപ്പേലിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിന്ന് 7.5 പവൻ സ്വർണവും 1600-ൽ പരം രൂപയും മോഷണം പോയി. അയൽ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും മോഷണം പോയി. ഇടവെട്ടി പഞ്ചായത്ത് 12-ാം വാർഡിൽ ഇടവെട്ടിച്ചിറ ജംഗ്ഷന് സമീപമുള്ള 2 വീടുകളിലാണ് മോഷണം നടന്നത്. വിരിപ്പേലിൽ അബ്ദുൽ കരീം, ഷാജി തേക്കുംകാട്ടിൽ എന്നിവരുടെ വീടുകളിലായിരുന്നു കഴിഞ്ഞ രാത്രി മോഷണമുണ്ടായത്. അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിന്ന് 7.5 പവൻ സ്വർണവും 1600 രൂപയും മോഷ്ടിച്ചു. വീടിന്റെ മേൽക്കൂര പൊളിച്ച് സീലിംഗ് ഇളക്കി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. എണ്ണി സൂക്ഷിച്ചിരുന്ന 1600 രൂപയും എണ്ണാതെ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടിച്ചിട്ടുണ്ട്. മകന്റെ ഭാര്യ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന 4 വളകൾ മുറിച്ചെങ്കിലും ഒരെണ്ണം ഊരിയെടുക്കുമ്പോഴേക്കും വീട്ടുകാർ ഉണർന്നു. നഷ്ടപ്പെട്ടത് 2 കുലുസ്, വലിയ മാല, ലോക്കറ്റ്, വള, 7.5 പവന്. വേറെ പേഴ്സിലെ പൈസകളെല്ലാം പോയിട്ടുണ്ട്. എത്ര എണ്ണാത്ത പൈസ ഉണ്ട്, എണ്ണിയ പൈസ 1500 രൂപ. എണ്ണാത്ത പൈസ കുറേ ഉണ്ടായിരുന്നു, അതുമില്ല. ചെറിയ സ്വർണ്ണങ്ങളെല്ലാം കൊടുത്ത്, വള, മോതിരം, ഇവകളെ ഒരു നെക്ലേസ്, ഒരുപാട് സ്വർണം കൊടുത്ത് വെച്ചാൽ 5000 രൂപയും കൊടുത്ത് ഇപ്പോൾ ഒരു 3.5 പവൻ്റെ ഒരു മാല, താലിമാലയും കൂടെ മേടിച്ചിട്ടിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ. ഷാജി തേക്കുംകാട്ടിന്റെ വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് മോഷ്ടിച്ചത്. ഇവരുടെ പെട്ടിയുടെ അടപ്പ് വരുന്ന ഭാഗം കട്ടിലിനോട് ചേർത്തിട്ടിരുന്നത് മൂലം കൂടുതൽ മോഷണം നടത്താനായില്ല. മതിൽ വഴി മോഷ്ടാവ് അകത്ത് കടക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവിടെ മോഷണം പെരുകുന്നത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുകയാണ്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് ഇടവെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TM മുജീബ് ആവശ്യപ്പെട്ടു. തന്നെ ഇടവെട്ടി മെയിൻ റോഡിനോട് ചേർന്നുള്ള ഒരു വീട്ടിലും അവർ കയറുകയും അവരുടെ അലമാര തുറക്കാൻ, കട്ടില് അലമാരയോട് ചേർത്തിട്ടിരിക്കുന്നതിനാൽ അലമാര തുറക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് ബെഡിനടിയിൽ പരതി നോക്കി അവിടെ ഇരുന്ന ആ വീട്ടിലെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയുമാണ് ചെയ്തത്. ഇത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഗുരുതരമായ സംഭവമാണ്. ജനങ്ങളാകെ വലിയ ഭീതിയിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കുകയും വളരെ വേഗതയിൽ തൊടുപുഴ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഏറെ ജനവാസമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയെന്ന നിലയിൽ ഈ പ്രദേശത്തെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ. തൊടുപുഴ ഇടുക്കി റോഡിൽ ഒളമറ്റം ഭാഗത്തെ കുഴി വെട്ടിച്ച് കടക്കുമ്പോൾ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടി. മുട്ടം ഭാഗത്തു നിന്ന് വരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും എതിർദിശയിൽ നിന്ന് വന്ന സ്കോർപിയോ കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തുള്ള കലുങ്ങിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുടെ ആഘാതത്തിൽ തകർന്നു. സംഭവത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. തൊട്ടടുത്ത് വരുമ്പോൾ മാത്രം ശ്രദ്ധയിൽപ്പെടുന്ന കുഴി വെട്ടിച്ചു കിടക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ ബൈക്കാരൊക്കെ നമ്മൾ ശരിയും രാത്രി വീഴുന്നുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്നത് അറിയുന്നില്ല. ബൈക്കാരും വീഴും, ആരും തന്നെ എണീറ്റ് പോകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ എണിപ്പിച്ച് പറക്കി വിടും. വണ്ടി ഓവർ സ്പീഡ് കണ്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് മണ്ണിടും. എന്നാലും അത് കുറെ മഴയും പിന്നെയും പോകും. അവിടുന്ന് വണ്ടി
പൊതുശ്മശാന നിർമ്മാണം വൈകിപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം നടത്തേണ്ടത് ഷാപ്പുംപടിയിൽ ശ്മശാന നിർമ്മാണം വൈകിപ്പിച്ച CPM നേതാക്കൾക്കെതിരെയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്. PT തോമസ് MPക്കും മുനിസിപ്പൽ ചെയർമാനുമെതിരെ ചിലർ നടത്തുന്ന പ്രചാരണങ്ങൾ തുറന്നുകാട്ടും. സമുദായ സംഘടനകൾ നടത്തുന്ന സമരത്തിലെ ആത്മാർത്ഥത അംഗീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ നഗരത്തിൽ പൊതുശ്മശാനം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് DYFI രംഗത്തിറക്കി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള എന്ത് ധാർമ്മികമായ ബാധ്യതയാണ് CPMനും DYFIക്കും ഉള്ളത് എന്ന് സ്വയം ആത്മപരിശോധന നടത്തണം. 2 വർഷങ്ങൾക്ക് മുമ്പ് ബംഗളൂർ ഷാപ്പുംപടിയിൽ യാഥാർത്ഥ്യമാവേണ്ട ഘട്ടത്തിലേക്ക് വന്ന പൊതുശ്മശാനം അവിടെ സുപ്രീം കോടതിയിൽ പോയാലും അത് അവിടെ പണിയാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ നേതാവായ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഉണ്ണിക്കണ്ണനും CPMന്റെ ഏരിയ സെക്രട്ടറി സഖാവ് മത്തായിയുടെയും നേതൃത്വത്തിൽ അവിടെ നടത്തിയ ആക്ഷൻ കൗൺസിലിന്റെ സമരം. ആ സമരമാണ് ആ പൊതുശ്മശാനം ഷാപ്പുംപടിയിൽ നിന്നും മാറി മുണ്ടേക്കലിലേക്ക് മാറ്റി പണിയുന്നതിനെക്കുറിച്ചുള്ള ഒരു സർവകക്ഷി യോഗത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ ഷാപ്പുംപടിയിൽ നിന്നും മാറി മുണ്ടേക്കലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന അതേ സമാനമായ സ്വഭാവമുള്ള ചില പാരകൾ, അധികാരത്തിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ അവിടെയും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അതും കോടതിയിലെത്തി നിൽക്കുകയാണ്. ഇവിടെ മാത്രം തൊടുപുഴയിൽ മാത്രം പൊതുശ്മശാനം വരുമ്പോൾ സമീപത്ത് വീടുകളുണ്ട്, അത്തരം ഇല്ലാത്ത നൂലാമാലകൾ പറയുന്നു. ആ ആളുകളെ, അത്തരത്തിൽ വിരുദ്ധ മനോഭാവമുള്ള ആളുകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുവാൻ ചില സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് തികച്ചും സ്വാഗതാർഹമാണ്. കാരണം പൊതുസമൂഹത്തിന്റെ ആവശ്യത്തിനെതിരെ ഈ ഒളിഞ്ഞും തെളിഞ്ഞും നിലപാടെടുക്കുന്ന ചില ആളുകളുണ്ട്. അവരെ തുറന്നു കാട്ടേണ്ടത് നാളുകളിൽ ഇത്തരം തെറ്റുകളിലേക്ക് അവർ പോകാതിരിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പോകാതിരിക്കുവാൻ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ സമുദായ സംഘടനകൾ ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാടുമായി വന്നിരിക്കുന്നതിൻ്റെ വികാരവും അവരുടെ ആത്മാർത്ഥതയും എല്ലാം ഈ സമൂഹം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ ശ്മശാനമില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ശ്മശാനമുണ്ട്. ബ്രാഹ്മണ ജനസമൂഹമടം അവർക്ക് ബ്രാഹ്മണർക്കായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ഇതില്ല. കഴിഞ്ഞ ദിവസം മുട്ടത്തുണ്ടായ 3 മരണവും ഇന്നലെ ഉണ്ടായ ഒരു മരണവും അടക്കം ചെയ്യാൻ കൊണ്ടുപോയത് മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരിലുമൊക്കെയാണ്. അപ്പോൾ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ ഇവിടെ നഗരസഭ ഒരു കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനകത്ത് എങ്ങനെ ഇടങ്കോലിടാമെന്നുള്ള ചിന്തയാണ് ഇതിലെ ആളുകൾക്ക്. എന്നിട്ട് ലാസ്റ്റ് മുനിസിപ്പൽ ചെയർമാൻ കുറ്റക്കാരൻ, PT തോമസ് MP കുറ്റക്കാരൻ, ബാക്കിയുള്ളവരെല്ലാം വളരെ മിടുക്കന്മാരും ഇതിനെല്ലാം കുടപിടിച്ച് നടക്കുന്നവരുമാണ് എന്നുള്ളൊരു സമീപനത്തിൽ പ്രസ്താവനകളും പ്രതികരണങ്ങളും വരുന്നു. അതിനെതിരായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ്. പൊതുശ്മശാന നിർമ്മാണത്തിൽ മുനിസിപ്പാലിറ്റി കൂടുതൽ ആത്മാർത്ഥത കാണിക്കേണ്ടതാണെന്ന് സമരസമിതി. മുനിസിപ്പാലിറ്റിയുടെ അഭിഭാഷകന് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് മറ്റൊരാളെ നിയമിക്കേണ്ടതായിരുന്നു എന്നും അവർ പറഞ്ഞു. 5 മാർച്ചും 6 തീയതിയിലെ ഹർത്താലും വിജയിപ്പിക്കണമെന്ന് നേതാക്കളായ സ്വാമി അയ്യപ്പദാസ്, PR കണ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിങ്ങനെ നീണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇതിലെല്ലാം ഗൂഢാലോചനയുണ്ട്, പിന്നിൽ ഇത് നടക്കാതിരിക്കാനുള്ള നടപടികളുണ്ട്. ഇത് ഇനിയും കണ്ടുനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ശക്തമായ സമീപനങ്ങളുമായിട്ട് ചെന്നു സംസാരിച്ചു. ഈ 4-ാം തീയതി, 5-ാം തീയതി ഇതിന്റെ ആദ്യത്തെ ഒരു വർഷം പൂർത്തിയായി 2-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് ബഹുജന മാർച്ച് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ബഹുജന മാർച്ചിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ വിഷയങ്ങളെല്ലാം അവിടെ വെച്ച് അനാവരണം ചെയ്യും. ആരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ള സത്യസന്ധമായ വസ്തുത ഈ ഫയൽ പരിശോധിക്കുന്ന ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം ഇത് പൂർണ്ണമായിട്ടും ഇതിന്റെ പിന്നിൽ കൂടി നടന്ന് വളരെ ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകളാണ് ഇത് മുഴുവൻ. ശരിക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലോബിയിങ് ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. ഏകദേശം ഒക്ടോബർ 2-ാം തീയതി വരെ ഞങ്ങൾ ഇതിന് സമയം കൊടുക്കുകയാണ്. ഒക്ടോബർ 2-ാം തീയതി എന്ന് പറഞ്ഞാൽ 3 മാസമുണ്ട്. ഈ 3 മാസത്തിന്റെ ഉള്ളിൽ ഈ പണി പൂർത്തിയാക്കി അത് ഉപയോഗപ്രദമാക്കത്തക്ക നിലയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ ഭവിഷ്യത്തിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള മുനിസിപ്പാലിറ്റിക്ക് മാത്രമാണ്. ഹർത്താല് രാവിലെ 6 തൊട്ട് 6 വരെ. 4-ാം തീയതി ഒരു സംഘടനയുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ നടത്തുന്ന ശ്മശാനത്തിലേക്ക് മാർച്ച്. 5-ാം തീയതി
ശ്മശാനത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച്. അത് ബഹുജന സംഘടനകളെല്ലാം ഒരുമിച്ച് ഒരു കൊടിയില്ലാതെ ബാനറിൽ മാത്രം അണിനിരക്കാൻ തയ്യാറാവും. 6-ാം തീയതി താലൂക്ക് ഹർത്താലാണ്. ADGP ബി സന്ധ്യ രചനയും സംവിധാനവും നിർവഹിച്ച ജനങ്ങൾ പോലീസാണെന്ന ഡോക്യു ഡ്രാമയുടെ പ്രദർശനം തൊടുപുഴ ടൗൺ ഹാളിൽ നടന്നു. ജനമൈത്രി സുരക്ഷയുടെ ഭാഗമായാണ് ഡോക്യു ഡ്രാമ പ്രദർശിപ്പിച്ചത്. ആശ്വാസമായി ഇല്ലെങ്കിൽ ഈ ആയുസ് മുഴുവൻ മരിച്ചു ജീവിക്കേണ്ടതായി വന്ന് ഒരിക്കലും ഒരിക്കലും ഒരു ജീവൻ പോലും ഇല്ലാതാകരുത് എന്നാണ് നമ്മൾ നന്മയുള്ളവർ സന്മനസ്സുള്ളവർ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ സാബിറ ഷെരീഫ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഏതായാലും വളരെയേറെ പ്രയോജനം ഈ പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. ജനമൈത്രി പോലീസ് സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബീറ്റ് ഓഫീസർമാർക്കും മറ്റ് പോലീസ് അതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമായിട്ടാണോ ഇത് നടപ്പിലാക്കിയത് എന്ന് ചിലരുടെ മനോഭാവം കണ്ടാൽ തോന്നാറുണ്ട്. എന്തായാലും പോലീസിന്റെ മനോഭാവം ഈ പദ്ധതിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മനോഭാവം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരിലും ഉണ്ടായാൽ മാത്രമേ ഈ പ്രോജക്റ്റ് 100% വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഏത് മേഖലയിലായാലും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തയ്യാറാകണം. നമ്മളുടെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അത് 100% പൂർത്തീകരിക്കണമെങ്കിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ മനോഭാവം ഉണ്ടാകണം. ആ മനോഭാവം ഉണ്ടാകാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഉത്ബോധിപ്പിക്കാനുള്ളത്. CI സജി മർക്കോസ് അധ്യക്ഷനായിരുന്നു. കൗൺസിലർ ബിന്ദു പത്മകുമാർ, അംബിക ടീച്ചർ, ജനമൈത്രി CRO സാജൻ, KPOA അംഗം സനൽ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കോലം DYFI പ്രവർത്തകർ കത്തിച്ചു. സോളാർ കേസിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുതലക്കുളം യൂണിറ്റ് നേതൃത്വത്തിലാണ് സമരം നടത്തിയത്. PJ ജോർജ്, PA റഷീദ്, CM ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. മങ്ങാട്ടുകവല വടക്കുമുറി മേഖലയിൽ മോഷണം വ്യാപകമായതായി എംപ്ലോയീസ് ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ. കഴിഞ്ഞയാഴ്ച 2 വീടുകളിൽ മോഷണം നടന്നു. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മുതലക്കുളം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് അവതരിപ്പിച്ച ശാസ്ത്ര പ്രബന്ധങ്ങൾക്ക് അംഗീകാരം. തിരുവല്ലയിൽ നടന്ന വിദ്യാഭ്യാസ മത്സരത്തിൽ നൽകിയ 3 അവാർഡുകളിൽ 2 ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിന് ലഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടവെട്ടി പഞ്ചായത്തിൽ 2 വീടുകളിൽ മോഷണം, പണവും സ്വർണവും അപഹരിച്ചു.
ഇടുക്കി റോഡിൽ ഒളമറ്റം ഭാഗത്തെ കുഴി അപകടക്കണിയാകുന്നു. വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പതിവാകുന്നു. ജനമൈത്രി സുരക്ഷയുടെ ഭാഗമായി ADGP B സന്ധ്യ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യു ഡ്രാമയുടെ പ്രദർശനം തൊടുപുഴയിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.